ഇനി ഡ്രഗ്സ് തന്നെ അതിൽ നമ്മൾ പറഞ്ഞു നാർക്കോട്ടിക് അനാൽജസിക്സ്, അനബോളിക് സ്റ്റിറോയിഡുകൾ, അതുപോലെ ഡയോററ്റിക്സ്, ഇതൊക്കെയാണ് സ്പോർട്സ് പേഴ്സൺ മിസ്യൂസ് ചെയ്യുന്നത് അവരെ അത്ലറ്റിക് പെർഫോമൻസ് കൂട്ടാൻ വേണ്ടിയിട്ട്. ഇതിൽ ഈ അനബോളിക് സ്റ്റിറോയിഡുകൾ കഴിക്കുകയാണെങ്കിൽ, അവർ യൂസ് ചെയ്യുകയാണെങ്കിൽ മെയിലിനും ഫീമെയിലിനും വരുന്ന സൈഡ് എഫക്റ്റുകൾ എന്തൊക്കെയാണ് നോക്കാം. സോ സൈഡ് എഫക്റ്റ് ഓഫ് യൂസ് ഓഫ് അനബോളിക് സ്റ്റിറോയിഡ് ഇൻ ഫീമെയിൽ ആൻഡ് മെയിൽ. സോ ഫീമെയിലും മെയിലും ഈ അനബോളിക് സ്റ്റിറോയിഡുകൾ ഉപയോഗിക്കുന്നത് കൊണ്ട്, ഇതിൻ്റെ മിസ്യൂസ് കൊണ്ട് സംഭവിക്കുന്ന സൈഡ് എഫക്റ്റുകളാണ് നോക്കുന്നത്. ഫീമെയിൽ എന്തൊക്കെയാണ് നോക്കിയേ. ഫീമെയിലാണെങ്കിൽ മസ്കുലനൈസേഷൻ, സോ മെയിലിനെ പോലെ മസിൽസ് അതുപോലത്തെ ഡെവലപ്മെൻറ്റ്, മെയിൽസിൻ്റെ പോലത്തെ ആണുങ്ങളുടെ പോലത്തെ ഫീച്ചേഴ്സ് വരാൻ തുടങ്ങും. മസ്കുലനൈസേഷൻ, ഇൻക്രീസ്ഡ് മസ്കുലർ ആക്ടിവിറ്റി, സോ മസിൽസ് ഉണ്ടാവും, മസ്കുലനൈസേഷൻ ഫീമെയിൽ കാണും. അതുപോലെ ഇൻക്രീസ്ഡ് അഗ്രസീവ്നെസ്, നോർമൽ ഉള്ളതിനേക്കാളും കൂടുതൽ അഗ്രസീവ് നേച്ചർ ഫീമെയിലിൽ ഉണ്ടാവും. അതുപോലെ മൂഡ് സ്വിങ്ങൾ, ഇടയ്ക്കിടയ്ക്ക് മൂഡ് മാറിക്കൊണ്ടിരിക്കും, ഇടയ്ക്ക് ഹാപ്പിയും ഇടയ്ക്ക് ഡിപ്രസ്ഡോ, അങ്ങനെ മാറി മൂഡ് സ്വിങ്ങൾ എന്ന് പറഞ്ഞാൽ മൂഡ് വ്യതിയാനങ്ങൾ സംഭവിക്കും. മാനസിക നില ഇടയ്ക്കിടയ്ക്ക് വ്യതിയാനങ്ങൾ, മൂഡ് സ്വിങ്ങൾ ഉണ്ടാവും. അതുപോലെ ഡിപ്രഷൻ, ചിലപ്പോൾ കടുത്ത നിരാശയുണ്ടാവാം. ചിലപ്പോൾ എബ്നോർമൽ മെൻസ്ട്രൽ സൈക്കിൾ റെഗുലർ ആവില്ല, എബ്നോർമൽ ആയിരിക്കും. ഒരു കറക്റ്റ് ആ 28-29 പാറ്റേൺ അല്ലാണ്ട് മെൻസ്ട്രൽ സൈക്കിൾ ഇറഗുലർ ആയിട്ട് വരാം. സോ എബ്നോർമാലിറ്റി മെൻസ്ട്രൽ സൈക്കിൾസിൽ ഒരുപാട് കാണാൻ പറ്റും. അതുപോലെ എക്സസീവ് ഹെയർ ഗ്രോത്ത് ഓൺ ദ ഫേസ് ആൻഡ് ദ ബോഡി, സോ ശരീരത്തിലും ഫേസിലൊക്കെ നോർമലിനേക്കാളും കൂടുതലായിട്ട് ഒരു പരിധി വിട്ട് ഹെയർ ഗ്രോത്ത് കൂടുതലായിട്ട് കാണപ്പെടും. അതുപോലെ എൻലാർജ്മെൻറ്റ് ഓഫ് ക്ലിറ്റോറിസ്, സോ നമ്മൾ ടൈനി ഫിംഗർ ലൈക്ക് പ്രൊജക്ഷൻ എന്ന് പറഞ്ഞിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിൽ. സോ ആ ക്ലിറ്റോറിസ് എൻലാർജ്ഡ് ആവാൻ തുടങ്ങും, അതിൻ്റെ നോർമൽ ഇതിൽ നിന്ന് അവർ എൻലാർജ്ഡ് ആവാൻ തുടങ്ങും. അതുപോലെ വോയിസ് ഡീപ്പൻഡ് ആയിട്ടുള്ള വോയിസ് ആയിരിക്കും, നോർമൽ വോയിസിനേക്കാൾ ഡീപ്പനിങ് ഓഫ് ദ വോയിസ് ഫീമെയിലിൽ കാണപ്പെടും. സോ ഇതൊക്കെയാണ് ഫീമെയിലിൽ കാണുന്ന സൈഡ് എഫക്റ്റ്. മസ്കുലൈസേഷൻ, മസിൽസ് കൂടുതലായിട്ട് ഡെവലപ്പ് ചെയ്യും, മെയിലിനെ പോലെ അഗ്രസീവ് നേച്ചർ കൂടും, മൂഡ് സ്വിങ്സുകൾ ഒരുപാട് മാറ്റങ്ങൾ ഇടയ്ക്കിടയ്ക്ക് വരും. അതുപോലെ ഡിപ്രഷൻ ഉണ്ടാവും, മെൻസ്ട്രൽ സൈക്കിൾ എബ്നോർമൽ ആവും. അതുപോലെ ഹെയർ ഗ്രോത്ത് ഫേസിലും ബോഡിയിലൊക്കെ എക്സസ് ആയിട്ട് കാണപ്പെടും, ക്ലിറ്റോറിസ് എൻലാർജ്ഡ് ആവും. അതുപോലെ വോയിസ് കുറച്ചും കൂടി ഡീപ്പൻ ആവും. അതേസമയം മെയിലാണെങ്കിൽ ഇതേപോലത്തെ അനബോളിക് സ്റ്റിറോയിഡുകൾ കാണിക്കുന്ന എഫക്റ്റുകൾ, സൈഡ് എഫക്റ്റുകൾ എന്ന് പറഞ്ഞാൽ എയിൻ, മുഖക്കുരു നോർമൽ അല്ലാത്ത ലെവലിൽ എയിൻ കാണും. അതുപോലെ ഇൻക്രീസ്ഡ് അഗ്രസീവ്നെസ്, അവരിൽ കാണിച്ച പോലെ തന്നെ അഗ്രസീവ് നേച്ചർ കുറച്ചും കൂടി കൂടുതലായിട്ടുണ്ടാവും. പിന്നെ മൂഡ് സ്വിങ്സുകൾ ഫീമെയിലിൽ കണ്ട പോലെ തന്നെ അവർക്ക് മൂഡ് സ്വിങ്സ് ഉണ്ടായിരിക്കും. ഡിപ്രഷൻ, സോ ഡിപ്രഷൻ, മൂഡ് സ്വിങ്, ഈ ഇൻക്രീസ്ഡ് അഗ്രസീവ് നേച്ചറൊക്കെ കോമൺ ആണ് മെയിലിനും ഫീമെയിലും ഈ അനബോളിക് സ്റ്റിറോയിഡ് കഴിക്കുന്നത് കൊണ്ടുള്ള കോമൺ ആയിട്ട് വരുന്ന സൈഡ് എഫക്റ്റുകളാണ്. ഇനി ഇവരുടെ റീപ്രൊഡക്റ്റീവ് പാർട്ടിനാണ് ബാധിക്കുന്നത്. റിഡക്ഷൻ ഇൻ ദ സൈസ് ഓഫ് ദ ടെസ്റ്റിക്കിൾസ്, സോ ടെസ്റ്റിസിൻ്റെ സൈസ് അത് കുറയാൻ തുടങ്ങും. അതാണ് ഏറ്റവും വലിയൊരു ഇമ്പാക്റ്റ്, റിഡക്ഷൻ സൈസ് ഓഫ് ദ ടെസ്റ്റിക്കിൾസിൻ്റെ സൈസ്. പിന്നെ പോകെ ഇവർക്ക് ഡിക്രീസ്ഡ് സ്പേം പ്രൊഡക്ഷൻ, അവരുടെ സ്പേമിൻ്റെ പ്രൊഡക്ഷൻ കുറയാൻ തുടങ്ങും. അങ്ങനെ അവർ ഫെർട്ടൈൽ നേച്ചർ മാറി സ്റ്റെറൈൽ നേച്ചറായിട്ട് മാറാൻ തുടങ്ങും. സോ ഡിക്രീസ്ഡ് പൊട്ടൻഷ്യൽ ഓഫ് കിഡ്നി ആൻഡ് ലിവർ, സോ ഇവർക്ക് കിഡ്നിയുടെ ഫങ്ഷൻ അതുപോലെ ലിവറിൻ്റെ ഫങ്ഷനൊക്കെ കുറയാൻ തുടങ്ങും. സോ കിഡ്നിയും ലിവറൊന്നും കറക്റ്റായിട്ട് വർക്ക് ചെയ്യില്ല. അതുപോലെ ബ്രസ്റ്റ് എൻലാർജ്മെൻറ്റ്, മെയിലാണെങ്കിൽ കൂടി അവരുടെ ബ്രസ്റ്റ് എൻലാർജ്ഡ് ആവാൻ തുടങ്ങും. അതുപോലെ അവരുടെ ബാൾഡ്നെസ്, അവർക്ക് കൂടുതൽ മുടി കൊഴിഞ്ഞ് ഒരു പ്രായത്തിന് മുമ്പ് തന്നെ അവർക്ക് ബാൾനെസ്, ഒരു കഷണ്ടി എന്ന ലെവലിലേക്ക് അവർക്ക് വരാൻ തുടങ്ങും. അതുപോലെ എൻലാർജ്മെൻറ്റ് ഓഫ് പ്രോസ്റ്റേറ്റ് ഗ്ലാൻഡ്, സോ പ്രോസ്റ്റേറ്റ് ഗ്ലാൻഡ് നോർമൽ സൈസിൽ നിന്ന് വലുതാവാൻ തുടങ്ങും. സോ ഇത്രയൊക്കെയാണ് മെയിലിൽ കാണുന്ന സൈഡ് എഫക്റ്റുകൾ. മുഖക്കുരു കാണും, അതുപോലെ അഗ്രസീവ് നേച്ചർ കൂടാൻ തുടങ്ങും, മൂഡ് സ്വിങ്സ്, ഇതുപോലെ മൂഡ് വ്യതിയാനങ്ങൾ സംഭവിക്കും, ഡിപ്രഷൻ ഉണ്ടാവും, ടെസ്റ്റിക്കിൾസിൻ്റെ സൈസ് കുറയാൻ തുടങ്ങും, സ്പേം പ്രൊഡക്ഷൻ കുറയും. അതുപോലെ കിഡ്നി അതുപോലെ ലിവറിൻ്റെയൊക്കെ ഫങ്ഷൻ ഡിക്രീസ്ഡ് ആവാൻ തുടങ്ങും, അല്ലെങ്കിൽ അതിൻ്റെ ആക്ടിവിറ്റി കറക്റ്റായിട്ട് നടക്കില്ല. അതുപോലെ ബ്രസ്റ്റ് എൻലാർജ്മെൻറ്റ് കാണിക്കുന്നു. അതുപോലെ ബാൾനെസ്, പെട്ടെന്ന് മുടി കൊഴിഞ്ഞ് പെട്ട വരാൻ തുടങ്ങുന്നു. അതുപോലെ പ്രോസ്റ്റേറ്റ് ഗ്ലാൻഡിൻ്റെ സൈസും കൂടുന്നു. ഇത്രയൊക്കെയാണ് മെയിലും ഫീമെയിലും കാണുന്ന സൈഡ് എഫക്റ്റ്, അനബോളിക് സ്റ്റിറോയിഡുകൾ യൂസ് ചെയ്യുന്നത് കൊണ്ടുള്ള സൈഡ് എഫക്റ്റുകൾ. ഇനി പറയുകയാണെങ്കിൽ ഇതേ മെയിലോ ഫീമെയിൽ അഡോളസൻസ്, യൂത്തിലാണ്, യങ്സ്റ്റേഴ്സ് യൂസ് ചെയ്യുമ്പോൾ അവരിൽ കാണുന്ന ഒരു പ്രോബ്ലം എന്താണെന്ന് നോക്കാം. സോ അഡോളസൻസ് അനബോളിക് സ്റ്റിറോയിഡ് യൂസ് ചെയ്യുമ്പോൾ അവർക്ക് ഓൺ ദ ടൈം കാണുന്ന പ്രോബ്ലംസ് എന്ന് പറയുന്നത് സിവിയർ ഫേഷ്യൽ എയിൻ, വളരെ കൂടുതലായിട്ട് സിവിയറായിട്ട് അവർക്ക് ഭയങ്കര സീരിയസ് ആയിട്ടുള്ള രീതിയിൽ അവർക്ക് മുഖക്കുരുകൾ കാണാൻ തുടങ്ങും, ഒരുപാട് കാണാൻ തുടങ്ങും ഫേഷ്യൽ എയിൻ. അതുപോലെ പ്രിമേച്ചർ ക്ലോഷർ ഓഫ് ഗ്രോത്ത് സെൻറ്റേഴ്സ് ഓഫ് ലോങ് ബോൺ,
സോ ഇവരുടെ ബോൺസൊക്കെ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആ പ്രായത്തിൽ ഇവരുടെ ആ ലോങ് ബോൺസുകളുടെയൊക്കെ ഗ്രോത്ത് സെൻറ്റർ പ്രീമെച്യൂർഡ്, ഓൾറെഡി മെച്യൂർഡ് ആവുന്നതിന് മുമ്പ്, മെച്യൂരിറ്റിക്ക് മുമ്പ് തന്നെ ആ മെച്യൂർ സെൻറ്ററുകളൊക്കെ എന്താ ക്ലോഷർ, അവർ സ്റ്റോപ്പേജ്, അതായത് ലോങ് ബോൺസ് പിന്നീട് ഗ്രോ ചെയ്യുകയില്ല. ആ ലോങ് ബോൺസിൻ്റെ ഗ്രോത്തുകൾ അവിടെ സ്റ്റോപ്പ് ആവുന്നു. അതാണ് ഉദ്ദേശിക്കുന്നത് പ്രീമെച്യൂർ ക്ലോഷർ. സോ ആ മെച്യൂരിറ്റിക്ക് മുമ്പ് തന്നെ ക്ലോഷർ എന്ന് പറഞ്ഞാൽ ക്ലോസിങ് സംഭവിക്കുന്നു. പ്രീമെച്യൂർ ക്ലോഷർ ഓഫ് ദ ഗ്രോത്ത് സെൻറ്റർ ഓഫ് ദ ലോങ് ബോൺ. സോ ലോങ് ബോൺസിൻ്റെ ആ ഗ്രോത്ത് സെൻറ്ററിലൊക്കെ അവരുടെ ആക്ടിവിറ്റി നഷ്ടപ്പെട്ട് അവിടെ ക്ലോസിങ്, സ്റ്റോപ്പേജ്, പിന്നെ ഒരിക്കലും ഈ ലോങ് ബോൺസ് ഗ്രോ ചെയ്യുകയില്ല. ദാറ്റ് ലീഡ്സ് ടു സ്റ്റണ്ടഡ് ഗ്രോത്ത്. സോ ലോങ് ബോൺസിൻ്റെ ഗ്രോത്ത് അവിടെ തന്നെ സ്റ്റോപ്പ് ആയിക്കഴിഞ്ഞാൽ സ്റ്റണ്ടഡ് ഗ്രോത്ത് ആയിട്ട് മാറും. സ്റ്റണ്ടഡ് ഗ്രോത്ത് പറഞ്ഞാൽ അവരുടെ വളർച്ച മുരടിക്കും, വളർച്ച അവിടെ വെച്ച് സ്റ്റോപ്പ് ആവും. അഡോളസൻസിലാണ് അവർക്ക് ഒരുപാട് ഫിസിക്കലി അല്ലെങ്കിൽ എല്ലാ തരത്തിലുള്ള ഡെവലപ്മെൻറ്റ് വരുന്നത്. സോ ആ ഫിസിക്കൽ ഡെവലപ്മെൻറ്റ് സ്റ്റേജ് തന്നെ അവർക്ക് ഒരുപാട് ബാധിച്ച് അവർക്ക് സ്റ്റണ്ടഡ് ഗ്രോത്തിലേക്ക് വരുന്നു. ഇതുപോലത്തെ അനബോളിക് സ്റ്റിറോയിഡുകൾ ഉപയോഗിക്കുകയാണ്. സോ അനബോളിക് സ്റ്റിറോയിഡ് കാരണം ഇവർക്ക് സ്റ്റണ്ടഡ് ഗ്രോത്ത്, വളർച്ച മുരടിക്കാൻ തുടങ്ങുന്നു. സോ നമ്മൾ കേട്ടിട്ടുണ്ട് ഷേക്സ്പിയറിൻ്റെ മാക്ബത്ത് എന്ന് പറഞ്ഞ് കേട്ടിട്ടില്ലേ? സോ ഷേക്സ്പിയറിൻ്റെ മാക്ബത്തിൽ പറയുന്നത് ഇതുപോലത്തെ ഡ്രഗ് ആൽക്കഹോളിന് കോട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഡയലോഗാണ് ഷേക്സ്പിയറിൻ്റെ മാക്ബത്തിൽ നിന്ന് പറയാനുള്ളത്. സോ അനബോളിക് സ്റ്റിറോയിഡുകളും അതുപോലത്തെ ഡ്രഗ്സുകളും ആൽക്കഹോളിൻ്റെ ഉപയോഗം നമുക്ക് എന്ത് ഇമ്പാക്റ്റാണ് വരുത്തുന്നത്? ഒരു നല്ലൊരു ഷേക്സ്പിയറിൻ്റെ മാക്ബത്തിൽ നിന്നുള്ള ഒരു ഡയലോഗ് പറയുകയാണെങ്കിൽ ഷേക്സ്പിയർ പറഞ്ഞത് ആൽക്കഹോൾ പ്രൊവോക്സ് ദ ഡിസയർ ബട്ട് ടേക്സ് അവേ ദ പെർഫോമൻസ് എന്നാണ്. നമുക്ക് ഈ ആൽക്കഹോൾ അതുപോലത്തെ ഈ ഡ്രഗുകളൊക്കെ മെയിനായിട്ട് ഷേക്സ്പിയറിൻ്റെ അഭിപ്രായത്തിൽ ആൽക്കഹോൾ നമുക്കുള്ള ആഗ്രഹത്തെ നമുക്ക് ഒരുപാട് സ്റ്റിമുലേറ്റ് ചെയ്യും, നമ്മുടെ ആഗ്രഹങ്ങളെ ഉത്തേജിപ്പിക്കും, അല്ലെങ്കിൽ അതിനെ സ്റ്റിമുലേറ്റ് ചെയ്യും, ആക്ടിവേറ്റ് ചെയ്യും. പക്ഷേ നമ്മളിൽ നിന്ന് നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണോ അത് കഴിക്കുന്നത്, അല്ലെങ്കിൽ നമ്മുടെ പെർഫോമൻസ്, നമ്മുടെ കഴിവിനെ അത് എടുത്തു മാറ്റും. സോ ആൽക്കഹോൾ നമ്മുടെ കഴിവിനുള്ള ആഗ്രഹം, നമുക്ക് എന്തെങ്കിലും പെർഫോം ചെയ്യാനുള്ള ആഗ്രഹങ്ങളെ അത് ഉത്തേജിപ്പിക്കുകയും പക്ഷേ നമ്മുടെ കഴിവിനെ അതിൽ നിന്ന് എടുത്തു മാറ്റുകയും ചെയ്യുന്നു. ഇതാണ് ആൽക്കഹോളിനെ കുറിച്ച് നമ്മുടെ ഷേക്സ്പിയർ മാക്ബത്തിൽ പറഞ്ഞിട്ടുള്ളത്. സോ തീർച്ചയായും ഇതുപോലത്തെ ബാഡ് ഇഫക്റ്റുകൾ അല്ലെങ്കിൽ ബാഡ് യൂസേജ്, ബാഡ് ഹാബിറ്റുകളിൽ നിന്ന് നമ്മുടെ വരും തലമുറയെ മോചിപ്പിക്കാനായിട്ട് നമ്മുടെ ടീച്ചേഴ്സായാലും നമ്മുടെ ഫാമിലി ആയാലും സൊസൈറ്റി ആയാലും എല്ലാവരും ഒരുപാട് ശ്രദ്ധ ഉൾപ്പെട്ടുകൊണ്ട് ഈ സൊസൈറ്റി ഇതുപോലത്തെ ഒരു ഇഫക്റ്റുകൾ ഇല്ലാത്തൊരു സൊസൈറ്റി ആയിട്ട് മാറ്റാൻ എല്ലാവരുടെയും ഭാഗത്തുനിന്നൊരു പരിശ്രമം അത്യാവശ്യമാണ്.